നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് സിറാജ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ആഫിയ ഹോസ്പിറ്റൽ, നെടുവാട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന അസുഖമാണ് എല്ല് തേയ്മാനം, അതായത് ഓസ്റ്റിയോപൊറോസിസ്. പ്രധാനമായും രണ്ട് തരമാണുള്ളത്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി ഇഡിയോപ്പതിക്, ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല, ഇഡിയോപ്പതിക് ജുവനൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. പോസ്റ്റ് മെനോപോസൽ ലേഡീസിന് വരുന്ന ആർത്തവിരാമത്തിൽ വരുന്ന ഓസ്റ്റിയോപൊറോസിസ്, തന്നെ സെനൈൽ ഓസ്റ്റിയോപൊറോസിസ്, പ്രായം ആധിക്യം കൊണ്ടുവരുന്ന എല്ല് തേയ്മാനം. അതുപോലെ തന്നെ സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ്, ഹോർമോണൽ ബാലൻസ്, സ്റ്റീറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് കൊണ്ടുവരുന്നത്, പാരാതൈറോയ്ഡ് ഇഷ്യൂസ് കൊണ്ടുവരുന്നത്, ക്രോണിക് സ്മോക്കിംഗ് കൊണ്ടുവരുന്നത്, അത് ആൽക്കഹോൾ നിരന്തരമായിട്ട് മദ്യപാന ശീലമുള്ള ആളുകൾക്ക് വരുന്ന, സ്ഥിരമായിട്ട് കടപ്പിലായ രോഗികൾക്കുള്ള തേയ്മാനം വരുന്നത്, വാദസമ റുമറ്റോളജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ആളുകൾക്കുള്ള ഓസ്റ്റിയോപൊറോസിസ് വരുന്നത്. ഇതാണ് നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ് കണ്ടുപിടിക്കാനുള്ളത്. പ്രധാനമായിട്ടും എക്സ്റേ, ഡെക്സാ സ്കാൻ, അതോടൊപ്പം തന്നെ ലാബ് ടെസ്റ്റ് ആയിട്ടുള്ള കാൽസ്യം, വൈറ്റമിൻ D3 ഒക്കെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി ഡയറ്റിൽ കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ D3 റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ? പ്രധാനമായിട്ടും മിൽക്ക്, ചീസ്, യോഗട്ട്, ഗ്രീൻ സലാഡ്, വെജിറ്റബിൾസ് എന്നിവ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എക്സസൈസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിനിമം 30 മിനിറ്റ്സ് പെർ ഡേ നമ്മൾ എക്സസൈസിൽ ഇൻവോൾവ് ആക്കുക. അത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുക. ഇത് നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുകയും അതുപോലെ തന്നെ മസിൽസ് എജിലിറ്റി, ബാലൻസും ക്രമീകരിക്കപ്പെടുകയും ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടുകയും ചെയ്യും. ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കാൽസ്യം, വൈറ്റമിൻ D3 സപ്ലിമെന്റേഷൻ ആണ്. ആർത്തവത്തിന് മുമ്പുള്ള സ്ത്രീകൾക്കാണെങ്കിൽ 1 ഗ്രാം പെർ ഡേ കാൽസ്യവും 600 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ D3യും, ആർത്തവത്തിന് ശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ 1.2 ഗ്രാം കാൽസ്യവും 800 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ D3 സപ്ലിമെന്റേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ല് തേയ്മാനം നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ക്രോണിക് സ്മോക്കിംഗ് അബ്സൊല്യൂട്ട്ലി അവർ സ്റ്റോപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്റ്റീറോയിഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്റ്റീറോയിഡിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖം വരാതെ, എല്ല് തേയ്മാനമില്ലാതെ വളരെ സുഖകരമായ, ആനന്ദകരമായ ലൈഫ് സ്റ്റൈലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.